ഇന്ത്യ മാലദ്വീപ് ഭിന്നത തകർത്തത് മാലദ്വീപിലെ വിനോദസഞ്ചാര രംഗത്തെയാണ്. ഇതിന്റെ കണക്കുകളും പുറത്തു വന്നിരുന്നു. മാലദ്വീപിനെ ബോയ്ക്കോട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ലക്ഷദ്വീപിന്റെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ആഗോള ശ്രദ്ധയിലേക്ക് ഈ മനോഹര ദ്വീപുകൾ എത്തുകയും ചെയ്തു. ഇന്ത്യ മാലദ്വീപ് നയതന്ത്ര ബന്ധത്തിലുണ്ടായ ഉലച്ചിൽ ശരിക്കും ഗുണമായത് മറ്റൊരു രാജ്യത്തിനാണ്, അയൽ രാജ്യമായ ശ്രീലങ്കയ്ക്ക്. മാലദ്വീപിന് ബദലായി ഇന്ത്യൻ സഞ്ചാരികൾ ശ്രീലങ്കയെ പരിഗണിച്ചതാണ് ഈ ദ്വീപ് രാഷ്ട്രത്തിന് നേട്ടമായത്. ജനുവരി മാസത്തിൽ ശ്രീലങ്കയിലെത്തിയ ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവ് ഉണ്ടായതായി കണക്കുകൾ പറയുന്നു. മാലദ്വീപിന് ബദലുകൾ അന്വേഷിച്ച ഇന്ത്യൻ സഞ്ചാരികൾ ശ്രീലങ്കയെ പരിഗണിച്ചെന്ന് വേണം കരുതാൻ. 34,399 ഇന്ത്യൻ സഞ്ചാരികളാണ് ജനുവരി മാസത്തിൽ മാത്രം ശ്രീലങ്കയിൽ എത്തിയത്. 2023 ജനുവരിയിൽ ഇത് വെറും 13,759 മാത്രമായിരുന്നു. ശ്രീലങ്കയെ സംബന്ധിച്ച് ആഹ്ലാദം നൽകുന്ന കണക്കാണിത്. മാലദ്വീപിനേക്കാൾ ചെലവ് കുറഞ്ഞ രാജ്യമാണ് ശ്രീലങ്ക എന്നതും വിനോദസഞ്ചാരികളെ മാറി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവണം. മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ ടൂറിസം ഏജൻസികളും മാലദ്വീപ് ഇതര വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. മാലദ്വീപിനേക്കാൾ എളുപ്പത്തിൽ ശ്രീലങ്കയിലേക്ക് എത്തിച്ചേരാം. പല ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും ശ്രീലങ്കയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ലഭ്യമാണ്. ഇന്ത്യക്ക് സമാനമായ കാലാവസ്ഥ പ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് സൗജന്യ വിസ അനുവദിക്കുമെന്ന ശ്രീലങ്കയുടെ പ്രഖ്യാപനവും സമീപകാലത്തുണ്ടായി. ശ്രീലങ്കയിലെ മികച്ച ആതിഥ്യ മര്യാദയും ഭക്ഷണ വൈവിധ്യങ്ങളും മനോഹര കാഴ്ചകളുമെല്ലാം ഈ ദ്വീപ് രാജ്യത്തെ മികച്ച ടൂറിസം കേന്ദ്രമാക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ സഞ്ചാരികളെ ലക്ഷ്യം വെച്ചുള്ള പാക്കേജുകളും ടൂറിസ്റ്റ് ഫെസ്റ്റിവലുകളും ആത്മീയ ടൂറുകളുമെല്ലാം ശ്രീലങ്ക പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. അതേസമയം മാലദ്വീപിലെത്തിയ ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിന് വൻ ഇടിവാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം 17,029 സഞ്ചാരികളാണ് മാലദ്വീപിലെത്തിയത്. ഈ വർഷം അതേ സമയത്ത് 15,006 അത് കുറഞ്ഞു. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഫോട്ടോ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചാരികളെ ദ്വീപിലേക്ക് ക്ഷണിച്ചതോടെയാണ് മാലദ്വീപുമായുള്ള വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇതിന് പിന്നാലെയാണ് മാലദ്വീപ് മന്ത്രിമാർ സാമൂഹ്യ മാധ്യമത്തിലൂടെ മോദിക്കെതിരെ പരാമർശം നടത്തിയത്. സംഭവം വിവാദമായതോടെ 3 മന്ത്രിമാരെ മാലദ്വീപ് ഭരണകൂടം സസ്പെൻഡ് ചെയ്തു. പിന്നാലെയാണ് സാമൂഹിക മാധ്യമങ്ങളിൽ മാലദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിനുകൾ ആരംഭിച്ചത്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതിന് പിന്തുണയുമായി എത്തിയിരുന്നു.